വിജയുടെ ജനനായകൻ സിനിമ ഈ മാസം 23-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഇപ്പോൾ സിനിമയുടെ ടീം തന്നെ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. വിജയുടെ പുതിയൊരു പോസ്റ്റർ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട് CMൻ്റെ അവസാന ചിത്രം കാണാനായിട്ട് കാത്തിരിക്കാം. ആവേശം സിനിമയുടെ ഡയറക്ടറായ ജിത്തു മാധവൻ്റെ ഭാര്യ കൂടിയായ ഷിഫ്ന ബിബിൻ്റെ ഡെബ്യൂട്ട് ഡയറക്ടോറിയൽ ചിത്രമായ 40 ഡേയ്സ് ഓഫ് ഹൗസ് പാർട്ടി എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഇതൊരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ചിത്രമാണ്. അതുപോലെ കുഞ്ചാക്കോ ബോബനും ഈ ഒരു സിനിമയിൽ മെയിൻ റോളിൽ എത്തുന്നുണ്ട്. സിനിമയിൽ ഡെബ്യൂട്ടഡ് ആയുള്ള ഹീറോയിനെയും അതുപോലെ കുഞ്ചാക്കോ ബോബനും ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ കഥ പോകുന്നത്. ഡോക്ടർ അനന്തു, ഡോൾവിൻ കുര്യാക്കോസ് ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. ആസിഫ് അലി ജിസ്റ്റോ ചിത്രമായ കോട്ടയം ബെൽറ്റ് എന്ന സിനിമയുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപാലിൻ്റെയാണ് സിനിമയുടെ സ്ക്രിപ്റ്റ്. ഡ്രീം ക്യാച്ചർ പ്രൊഡക്ഷൻസും കാളിഷ് പ്രൊഡക്ഷൻസും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. ഗോവിന്ദ് വസന്തയാണ് സിനിമയുടെ മ്യൂസിക്. ഈ ഒരു സിനിമ ഒരു ഫാമിലി ത്രില്ലർ ജോണറിൽ വരുന്ന ചിത്രമാണ്. ബാലൻ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റായോ ഫ്ലോപ്പായോ എന്ന് നോക്കാം. 18 കോടിയാണ് സിനിമയുടെ ബജറ്റ്. കേരളത്തിൽ ഇതുവരെ സിനിമ 18 കോടി 62 ലക്ഷം രൂപയാണ് കളക്ഷൻ നേടിയത്. കർണാടകയിൽ 2 കോടി 67 ലക്ഷം, തമിഴ്നാട്ടിൽ 1 കോടി, തെലുങ്ക് സ്റ്റേറ്റുകളിൽ 24 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 33 ലക്ഷം. സിനിമയുടെ ടോട്ടൽ ഡൊമസ്റ്റിക് കളക്ഷൻ 22 കോടി 89 ലക്ഷമാണ്. ഓവർസീസ് കളക്ഷൻ 12 കോടി 89 ലക്ഷം. സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 35 കോടി 78 ലക്ഷമാണ്. മൊത്തത്തിൽ തിയേറ്ററിക്കൽ റൈറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ സിനിമ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ഐ നോബഡി സിനിമയുടെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. 13 കോടി 50 ലക്ഷമാണ് സിനിമ ഇതുവരെ കളക്ഷൻ നേടിയത്. ഐ നോബഡി സിനിമ ഏകദേശം 41 കോടിയോളം രൂപ നേടിയാലേ ഹിറ്റ് സ്റ്റാറ്റസ് നേടുകയുള്ളൂ. എന്തായാലും സിനിമ ഹിറ്റാകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. മാറ്റ് റീവ്സ് സംവിധാനം ചെയ്ത് റോബർട്ട് പാറ്റേഴ്സൺ അഭിനയിക്കുന്ന ദി ബാറ്റ്മാൻ പാർട്ട് 2 സിനിമയുടെ റിലീസ് ഡേറ്റ് അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നിട്ടുണ്ട്. ചെറിയൊരു ഗ്ലിംസാണ് വന്നത്. ദി ബാറ്റ്മാൻ പാർട്ട് 1 ഒരു കിടിലം പടം തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു സിനിമയുടെ 2ാം ഭാഗം ഇനി വരാൻ പോകുന്നത് 2028-ലായിരിക്കും. 2028 ഫെബ്രുവരി 18-നാണ് ഈ ഒരു ചിത്രം റിലീസ് ചെയ്യുന്നത്. നമ്മുടെ മാർവലിലെ ബ്ലാക്ക് വിഡോയൊക്കെ ഈ ഒരു സിനിമയിൽ നെഗറ്റീവ് ക്യാരക്ടറായിട്ട് എത്താൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം.